ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് മെഷീൻസിൽ എങ്ങനെയാണ് നമുക്ക് നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കീമാസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അതിൽ നമ്മൾ പഠിച്ച സ്കീമയാണ് സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ സ്കീമ. അവിടെ എങ്ങനെയായിരുന്നു നോളജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് അവിടെയും ഒരു നെറ്റ്വർക്കിൻ്റെ രൂപത്തിലാണ് നമ്മൾ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ പക്ഷേ ഓരോ നോഡും എന്ന് പറയുന്നത് ഓരോ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഓരോ നെയിംഡ് സ്ലോട്ടും അതുമായി കറസ്പോണ്ട് ചെയ്യുന്ന കുറച്ച് വാല്യൂസും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാല്യൂസ് എന്ന് പറയുന്നത് സിമ്പിൾ ന്യൂമറിക് അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ മറ്റൊരു ഫ്രെയിംസിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റേഴ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഇതായിരുന്നു സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ സ്കീമയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിലൊക്കെ കുറേ സീക്വൻസ് ഓഫ് ആക്ഷൻസ് നടക്കുന്നു. അപ്പോൾ ആ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഡിസ്ക്രൈബ് ചെയ്ത് അതിനെ സ്ട്രക്ചേർഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. ഇത് ഫസ്റ്റ് ഒറിജിനലി ഡിസൈൻ ചെയ്ത് ഷാങ്കും പിന്നെ ഷാങ്കിൻ്റെ റിസർച്ച് ഗ്രൂപ്പുമായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ സിറ്റുവേഷൻസിൽ ഒരു കോൺസെപ്ച്വൽ ഡിപ്പെൻഡൻസ് സ്ട്രക്ചേഴ്സിനെ ഡിസ്ക്രിപ്ഷൻസിലേക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരിത് ഉപയോഗിച്ചത്. ഇവിടെ ഈ സ്ക്രിപ്റ്റ്സിനെ ഒരു നോളജ് ബേസിൽ ഒരു നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് സിറ്റുവേഷൻസ് ദാറ്റ് സിസ്റ്റം ഈസ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കമ്പോണൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞിട്ട് ഈ കമ്പോണൻസിനെ പറ്റി പറയാം. അതായത് ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിലേക്ക് നല്ല വിശപ്പുള്ള ഒരു കസ്റ്റമർ കയറി ചെല്ലുന്നു. നമുക്കറിയാവുന്ന സിറ്റുവേഷൻ അല്ലേ. കയറി ചെല്ലുന്നു, എന്നിട്ട് എന്ത് ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം. വെയിറ്റർ വരും, ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റർ ഫുഡ് ഡെലിവർ ചെയ്ത് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ഈ വെയിറ്റർ ബില്ല് കൊടുക്കും, ബില്ല് പേ ചെയ്ത് പോകും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഓരോ സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു സീക്വൻസ് ഓഫ് കുറേ ഇവൻറ്റ്സ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒരു സ്ക്രിപ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് തന്നെ എന്തുവാണ്, ഈ കമ്പ്യൂട്ടറിലൊക്കെ കുറേ ഈ ഇത്തരത്തിലുള്ള നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് എന്ന നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ എക്സാമ്പിൾ മനസ്സിലായല്ലോ. നമുക്ക് വലിയ കൺഫ്യൂഷൻ ആകുന്ന എക്സാമ്പിൾ, നമുക്ക് അറിയാവുന്ന സിമ്പിൾ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണിത്. അപ്പോൾ ഇനി അടുത്ത സ്ക്രിപ്റ്റിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് ഇനി പറയാം. അപ്പോൾ മെയിൻലി 4 കമ്പോണൻസ് ഉണ്ടെന്ന് പറയാം. എൻട്രി കണ്ടീഷൻ, റിസൾട്ട്സ്, പ്രോപ്സ്, റോൾസ്. എന്താണ് എൻട്രി കണ്ടീഷൻ? അതായത് ഒരു സ്ക്രിപ്റ്റ് അത് കോൾ ചെയ്യണമെങ്കിൽ ഈ എൻട്രി കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റർ അത് ട്രൂ ആയിരിക്കണം. അതായത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുവാണല്ലോ. അപ്പോൾ അത് ആക്ടിവേറ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിനെ കോൾ ചെയ്യണമെങ്കിൽ എൻട്രി കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റർ ട്രൂ ആയിരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ എപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് കോൾ ചെയ്യപ്പെടുന്നത്? അതായത് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുകയും കസ്റ്റമറിന് ഹംഗ്രി ആണെങ്കിൽ കസ്റ്റമർ എത്തുമ്പോഴും അല്ലേ ഈ സ്ക്രിപ്റ്റ് ആക്ടിവേറ്റ് ആകുന്ന. അപ്പോഴല്ലേ സ്ക്രിപ്റ്റിൽ പറയുന്ന എല്ലാ ഇവൻറ്റ്സും അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് എൻട്രി കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ഈ എൻട്രി കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ് സ്ക്രിപ്റ്റ് കോൾ ആകുന്നത്. ഇനി റിസൾട്ട്സ് ഓർ ഫാക്റ്റ്, ഇതെപ്പോഴാണ് ട്രൂ ആകുന്നത്? അപ്പോൾ സ്ക്രിപ്റ്റ് ടെർമിനേറ്റ് ആകും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയാം. അതായത് കസ്റ്റമർ വന്ന്
ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് പൈസ കൊടുത്തു. പൈസ കൊടുത്തപ്പോൾ ഇപ്പം നമ്മുടെ റിസൾട്ട് എന്താണ്? കസ്റ്റമറിന് ഇപ്പം വിശപ്പില്ല. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പൈസ കുറച്ച് പോയി. കാരണം ഫുഡ് കഴിച്ചപ്പോൾ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ എന്ത് പറ്റും? റെസ്റ്റോറൻറ്റ് ഓണറിന് ഇപ്പോൾ ഒരുപാട് പൈസയായി. കാരണം കസ്റ്റമറിന്റെ പൈസ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓണറുടെ കയ്യിലാണല്ലോ. ബില്ല് പേയ്മെന്റ് നടത്തിയല്ലോ. അപ്പോൾ ഇത് നമുക്ക് റിസൾട്ട് ആയിട്ട് പറയാം ആ സിറ്റുവേഷനിൽ. ഇനി പ്രോപ്പ് ഓർ തിങ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ കണ്ടന്റ് ഓഫ് സ്ക്രിപ്റ്റ്. അപ്പോൾ സ്ക്രിപ്റ്റിലെ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അവിടുത്തെ സ്ക്രിപ്റ്റിലുള്ള ഓരോ തിങ്സ് അല്ലെങ്കിൽ പ്രോപ്സ് അതാണ് അതെന്തൊക്കെയാന്ന് നോക്കാം. അതായത് ഇപ്പം ടേബിൾസ്, വെയിറ്റേഴ്സ്, മെനു, ഇതൊക്കെ ഈ പ്രോപ്സ് അല്ലെങ്കിൽ തിങ്സ് ആണെന്ന് പറയാം. സ്ക്രിപ്റ്റിലുള്ള ഓരോ കണ്ടന്റ്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻസിൽ റീസണബിൾ ആയിട്ടുള്ള ഡിഫോൾട്ട് അസംഷൻ ഇത് അലോ ചെയ്യുന്നു. അതായത് ഇപ്പം റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, അൺലെസ് ദ സ്റ്റേറ്റ് അതർവൈസ്. റോൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് പെർഫോം ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ റോൾസ് എന്ന് പറയുന്നത്. വെയിറ്റർ ഓർഡർ എടുക്കുന്നു, ഫുഡ് ഡെലിവർ ചെയ്യുന്നു, ബില്ല് പ്രസന്റ് ചെയ്യുന്നു, കസ്റ്റമർ ഓർഡർ കൊടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ബില്ല് കൊടുക്കുന്നു. ഇതെല്ലാം ഓരോ റോളുകളാണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പൻറ്റിൻ്റെയും ആക്ഷൻസ് അല്ലേ ഇവയെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് റോൾസ്. ഇനി ഈ ഷാങ്ക് അല്ലെ ഈ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ആള്. അപ്പോൾ ഈ ഷാങ്ക് എന്ത് ചെയ്യുന്നു? ഈ സ്ക്രിപ്റ്റിനെ പല പല സീക്വൻസ് ആയിട്ട് സീൻസുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. ഓരോന്നും സ്ക്രിപ്റ്റിന്റെ ഒരു ടെമ്പറൽ ആസ്പെക്റ്റിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെമ്പറൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് കസ്റ്റമർ എൻ്റർ ചെയ്യുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ടെമ്പറൽ ആസ്പെക്റ്റ്. അപ്പോൾ ഇത് ഓരോന്നിനെയും സീനുകളായി. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫുഡ് കടയിൽ പോയി ഫുഡ് കഴിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ആണ്. അതെല്ലാം ഓരോന്ന് അകത്തേക്ക് കയറുന്നു, പിന്നെ ഓർഡർ ചെയ്യുന്നു, ഇങ്ങനെ ഓരോ ആ പാർട്ടുകളില്ലേ അത് ഓരോന്നും ഈ സ്ക്രിപ്റ്റിലെ സീനുകളാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി പോകുന്നു ഒരു റോബർ. അപ്പോൾ അവിടെ നമുക്കറിയാവുന്ന കാര്യം ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുവാണ്. ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാങ്കല്ല റോബർ പോകുന്നു. അപ്പോൾ ഈ റോബർ തോക്കെടുക്കുന്നു, ബാങ്ക് കൊള്ളയടിക്കുന്നു, പൈസയും കൊണ്ട് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിനെ നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉള്ള സ്ക്രിപ്റ്റിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പം പ്രോപ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? തോക്ക്, അതുപോലെ കൊള്ളയടിച്ചു, ലൂട്ട് എന്ന് പറയുവാണെങ്കിൽ മണിയെന്നും കൊടുക്കാം, ബാഗ്, ഗെറ്റ് അവേ കാറ്. അപ്പോൾ ഇതെല്ലാം ഓരോ പ്രോപ്സ് ആണ്. അപ്പോൾ ഇത് ഓരോന്നിനെയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വേരിയബിൾ കൊണ്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഗണ്ണ് ജി കൊണ്ട്, ലൂട്ടിന് എൽ കൊണ്ട്, ബാഗിന് ബി കൊണ്ട്, ഗെറ്റ് അവേ കാറിന് സി കൊണ്ട്. ഇനി റോൾസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഈ സ്ക്രിപ്റ്റിൽ ഓരോരോ റോൾ വഹിക്കുന്നുണ്ട് അല്ലേ? റോബർ ഉണ്ട്, പൈസ കൊടുക്കാൻ നിൽക്കുന്ന ക്യാഷ്യർ ഉണ്ട്, ബാങ്കിലെ മാനേജർ ഉണ്ട്, പോലീസ്മാൻ ഉണ്ട്. ഇതെല്ലാം ഓരോ റോളുകളാണ്. എൻട്രി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എപ്പോഴാണ് ട്രൂ ആകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്? അതായത് ഒരു റോബർ പുവർ ആയിരിക്കുമ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്. ഇല്ലെങ്കിൽ എന്താണ്? ഡെസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുമ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്. ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ നിരാലംബൻ, അതായത് എക്സ്ട്രീംലി പുവർ. അതാണ് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് പകരം ഇങ്ങനെ ഒരു ഗെറ്റിംഗ് എ ഗൺ, ഹോൾഡ് അപ്പ് എ ബാങ്ക്, എസ്കേപ്പ് വിത്ത് മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോപ്പർ റോളും എൻട്രി കണ്ടീഷനൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഡെസ്റ്റിറ്റ്യൂട്ടിന് പകരം വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ഫാക്ടർ നമുക്ക് കൊടുക്കാം. ഇനി റിസൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം കണ്ട ഇപ്പം റോബർ എന്ത് ചെയ്യുന്നു? റോബർ ഇപ്പോൾ കൊള്ളയടിച്ചപ്പോൾ റോബറിൻ്റെ ഇവിടെ മണിയുണ്ട്, ബാങ്ക് മാനേജറിന് പൈസ, ബാങ്ക് മാനേജർ അല്ലേ? അപ്പോൾ ബാങ്ക് മാനേജറിന് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. ക്യാഷിയർ ഒരു ഷോക്കിലാണ്, തോക്കൊക്കെ ചൂണ്ടിയത് കൊണ്ട്.
പോലീസ്മാൻ വെടിവെച്ചു. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ഈ റോബർ പൈസയും കൊണ്ട് രക്ഷപ്പെട്ടു, പോലീസ്മാൻ്റെ വെടിയൊന്നും കൊണ്ടില്ല. അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും 3 സീനുകളാണ് ഇവിടെ ഉള്ളത് ഈ സ്ക്രിപ്റ്റിൽ. ഇപ്പം ഇതെന്ന് പറയുമ്പം ഈ ബാങ്കിനെ റോബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മെയിൻലി 3 സീനുകളുണ്ടാവും. തോക്കെടുക്കുന്നു, ബാങ്ക് കൊള്ളയടിക്കുന്നു, രക്ഷപ്പെട്ടു പോകുന്നു. ഈ ഫുൾ സ്ക്രിപ്റ്റ് നമുക്ക് ഈ ബോക്സിൽ ഇങ്ങനെ ഫുൾ സ്ക്രിപ്റ്റ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഫുൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തെന്താണ്, സ്ക്രിപ്റ്റിനെ പറ്റി വേറെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. അതായത് ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീനിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. എന്നിട്ട് വേണം ഈ പോയിന്റ്സ് ഓർക്കാൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അത് അപ്ലൈ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകണമെങ്കിൽ എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്? അപ്ലൈഡ് ആകണമെങ്കിൽ, ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് അപ്ലൈഡ് ആകണമെങ്കിൽ അത് ആക്ടിവേറ്റ് ആകണം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അനുസരിച്ചാണ് ഈ സ്ക്രിപ്റ്റ് ആക്ടിവേറ്റ് ആകുന്നത്. ഒരു ടോപ്പിക്ക് മെൻഷൻ ചെയ്യുമ്പം ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് അവിടെ എന്താ ഒരു പോയിന്റ് അവിടെ ഉണ്ടായിരിക്കും. ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ആ സ്ക്രിപ്റ്റ് ഓപ്പൺ ആകും. അപ്പോൾ ഇവിടുത്തെ ഡേഞ്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വിൻഡോസിൽ ഓപ്പൺ ചെയ്തിടുക, ഇല്ലെങ്കിൽ റിക്കർസീവ് ആയിട്ടുള്ള പ്രോഗ്രാം കോൾ ചെയ്യുക, അപ്പോഴൊക്കെ ഒരുപാട് ഡേഞ്ചർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ആക്ഷൻസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുക, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് പറയുക. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിൽസ് ഇവിടെ അലൗ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ട്രെയിൽസ് അലൗഡ് എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ഔട്ട്കംസ് ഓഫ് സ്ക്രിപ്റ്റിന് ഡിഫറെൻറ്റ് ട്രെയിൽസ് ഇവിടെ അലൗഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ല, റിസൾട്ട് നമുക്ക് ഒന്നെങ്കിൽ പറയാം ബാങ്ക് കൊള്ളയടിച്ച് ഭയങ്കര ധനവാനായ റോബർ എന്ന് ഉള്ള റിസൾട്ട് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ധനവാന പോലീസ് പിടിച്ച് വെടിവെച്ച് ജയിലിലിട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് പോയപ്പോൾ ഈ റോബറിന് പെട്ടെന്ന് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തെറ്റാണെന്ന് പറഞ്ഞ് പൈസ തിരിച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് റിസൾട്ടായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ട്രെയിൽസ് അലൗഡ് ആണ് ഫോർ ഡിഫറെൻറ്റ് ഔട്ട്കംസ് ഓഫ് സ്ക്രിപ്റ്റ്. ഇനി സ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഓരോ ഇവൻറ്റ്സിനെയും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇതിനുണ്ട്. കുറേ കളക്ഷൻ ഓഫ് ഒബ്സർവേഷൻസിൽ നിന്നും ഒരു സിംഗിൾ കോഹറൻ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ക്രിപ്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫ്രെയിംസിനേക്കാളും കൂടുതൽ ജനറൽ ആണ് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ തരത്തിലുള്ള നോളജുകളെയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇത് സ്യൂട്ടബിൾ അല്ല. അപ്പം ഇവിടെ എന്ന് പറയുമ്പം വേറെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇപ്പം നേരത്തെ ആദ്യം പറഞ്ഞതുപോലത്തെ എക്സാമ്പിളാണ്. അതായത് കസ്റ്റമർ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, കസ്റ്റമർ ടേബിളിൽ പോയി ഇരിക്കുന്നു, വെയിറ്റർ ഫുഡ് കൊണ്ടുവരുന്നു, കസ്റ്റമർ ആ ഫുഡ് കഴിക്കുന്നു, കസ്റ്റമർ വെയിറ്ററിന് പേ ചെയ്യുന്നു, കസ്റ്റമർ റെസ്റ്റോറൻറ്റിൽ ലീവ് ചെയ്യുന്നു, കസ്റ്റമർ വിടുന്നു. അപ്പോൾ ഇതിന് ഒരു പ്രൊലോഗ് അസർഷൻ സ്ക്രിപ്റ്റിലായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊലോഗ് അസർഷൻ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് 3 കമ്പോണൻസാണ് ഉള്ളത്: നെയിം, സ്ക്രിപ്റ്റ്, ഡിഫോൾട്ട്. നെയിം എന്ന് പറയുമ്പോൾ എന്താ? സ്ക്രിപ്റ്റിൻ്റെ പേര്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഇവൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എന്ന് കാണിക്കുന്നില്ല. സ്ക്രിപ്റ്റ് എന്താണ്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കുറേ ലിസ്റ്റ് ഓഫ് റിലേഷൻസ് വിത്ത് ഫ്രീ വേരിയബിൾസ് ഡിസ്ക്രൈബ്സ് ദ സ്ക്രിപ്റ്റ് ഇൻ ടേംസ് ഓഫ് ആക്സ്. കുറേ ലിസ്റ്റ് ഓഫ് റിലേഷൻസ് ആണ് സ്ക്രിപ്റ്റിലുള്ളത്, അത്ര തന്നെ. ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്?
കുറേ ലിസ്റ്റ് ഓഫ് പെയേഴ്സ് അസോസിയേറ്റിംഗ് ദി വേരിയബിൾസ് ടു ഡിഫോൾട്ട് നെയിംസ് if they are not instantiated by actual examples which matches a subset of the script. എന്ന് പറയുമ്പോൾ ഇപ്പോൾ റോബർ എന്ന് പറഞ്ഞിട്ട് റോബറിനെ എസ് കൊണ്ട് നോട്ട് ചെയ്തില്ലേ, അപ്പം ഒരു പേരും അതിന് ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു വാല്യൂ, അതാണ് ഡിഫോൾട്ടിൽ വന്നത് ലിസ്റ്റ് ഓഫ് പെയേഴ്സ്. ലിസ്റ്റ് ഓഫ് പെയേഴ്സ് എന്ന് പറയുമ്പം വേരിയബിൾസും അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള നെയിമും, റോബർ ഡിഫോൾട്ട് ആയിട്ടുള്ള നെയിം എസ്, അങ്ങനെ. അപ്പം ഒരു പ്രൊലോഗായിട്ടുള്ള അസഷൻ സ്ക്രിപ്റ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ടോപ്പിക്കാണിതും. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.